ഹായ് എവ്രിബഡി. ഈ സെഷൻ നമ്മൾ ഫ്രൈസ് റീഅറേഞ്ചിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. എന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ആക്ച്വലി ഫ്രൈസ് റീഅറേഞ്ച്മെന്റ്? ഓഫ് കോഴ്സ് ദർ ഷുഡ് ഹാപ്പൺ എ റീഅറേഞ്ച്മെന്റ്. ഇത് നമ്മൾ കാണും. ആൻഡ് എന്താണ് റീഅറേഞ്ച് ചെയ്യുന്നത്? അറൈൽ എസ്റ്റർ. വാട്ട് ഇസ് ഇറ്റ്? അറൈൽ എസ്റ്റർ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഹൈഡ്രോക്സി അറൈൽ കീറ്റോണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. Now, what is aryl ester? This is what we need to know first. What is aryl ester? Let's say നിങ്ങൾ ഫിനോൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. What is it? You take phenol. Now, if you treat with NaOH, you will get what? Sodium phenoxide. O minus Na plus. നോക്കൂ, ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ OH മൈനസ് എന്ത് ചെയ്യും? ഈ H+നെ അബ്സ്ട്രാക്ട് ചെയ്യും. which will give you what? Dehydration നടന്നുകൊണ്ട് sodium phenoxide കിട്ടും. എന്നിട്ട് now if you treat with what? CH3COCl. What is it? Azyl halide. Azyl halide ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ see, this goes and attack where? The carbonyl carbon, and you will have what? You will have something like this benzene with O, what? CO and CH3. Of course, Cl minus is a good leaving group. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, Cl minus ഇങ്ങോട്ടേക്ക് പോകും. And this is called what? Your aryl ester. Your aryl ester. നോക്കിയേ, ബെൻസീൻ റിംഗ് ഉണ്ട്, RCOOR dash. What is R dash? അറൈൽ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? അറൈൽ എസ്റ്റർ എന്ന് വിളിക്കും. അപ്പോൾ കാര്യങ്ങൾ ആദ്യം മനസ്സിലായി. അറൈൽ എസ്റ്റർ എന്താണെന്ന് മനസ്സിലായി. സോ ദിസ് ഇസ് അവർ അറൈൽ എസ്റ്റർ. നോക്കിക്കോളൂ, ബെൻസീൻ ഉണ്ട് നമുക്ക്. വി ഹാവ് വാട്ട്? ബെൻസീൻ ആൻഡ് വാട്ട്? OCOCH3. ദിസ് ഇസ് അവർ അറൈൽ എസ്റ്റർ. നൗ ഇതിനെന്ത് സംഭവിക്കണം? ഇതിന് റീഅറേഞ്ച്മെന്റ് സംഭവിക്കണം. റീഅറേഞ്ച്മെന്റ് എന്തിന്റെ പ്രസൻസിലാണ് സംഭവിക്കുക? യെസ്, AlCl3. AlCl3യുടെ പ്രസൻസിലായിരിക്കും സംഭവിക്കുക. ആൻഡ് റീഅറേഞ്ച് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം. റീഅറേഞ്ച് സംഭവിച്ചിട്ട് യു വിൽ ഗെറ്റ് COCH3 പ്ലസ് യു വിൽ ഗെറ്റ് വാട്ട്? ഓർത്തോ പ്രൊഡക്റ്റും കിട്ടും. അതേപോലെ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് പാരാ പ്രൊഡക്റ്റ് ആസ് വെൽ, CuCH3. ആൻഡ് വാട്ട് ആർ ദ നെയിംസ്? ഇതിൻ്റെ പേരാണ് ഫിനൈൽ അസറ്റേറ്റ്. വാട്ട് ഇസ് ഇറ്റ്? PH ഉണ്ട്, അതേപോലെ അസറ്റേറ്റ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഫിനൈൽ അസറ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ദിസ് ഇസ് ഫിനൈൽ അസറ്റേറ്റ്. ആൻഡ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് വൺ? ഇതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി കൂടുതലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് വരും ഓർത്തോ ഹൈഡ്രോക്സി. And we have aceto group here, acetophenone. ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഇസ് ഇറ്റ്? ദിസ് ഇസ് പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ. ദിസ് ഇസ് കോൾഡ് പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആസ് വെൽ. ഇങ്ങനെ നമുക്ക് വിളിച്ചു പോരാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ദിസ് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ, ദിസ് ഇസ് ആക്ച്വലി എ തെർമോഡൈനാമിക് പ്രൊഡക്റ്റ്. തെർമോഡൈനാമിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് യുവർ പാരാ പ്രൊഡക്റ്റ് ഈസ് ആക്ച്വലി എന്താണ്? കൈനറ്റിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആണ്. കൈനറ്റിക് പ്രൊഡക്റ്റ് ആണ്. അതായത് ബേസിക്കലി ഇങ്ങനെ പറയാം, നമ്മൾ പറയും ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആണെങ്കിൽ തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഫോം ചെയ്യുക. അതേസമയം നമ്മുടെ പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആണെങ്കിൽ ഇതെന്തായിരിക്കും? കൈനറ്റിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആണ്. വിച്ച് മീൻസ് ലോവർ ടെമ്പറേച്ചറിൽ ആര് ഫോം ചെയ്യും? പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആയിരിക്കും ഫോം ചെയ്യുക. ഇനി നിങ്ങൾ ടെമ്പറേച്ചർ ഹൈ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ തെർമോഡൈനാമിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി നമുക്കിതിൻ്റെ മെക്കാനിസത്തിലേക്ക് നോക്കാം. എങ്ങനെയാണ് ഇവർ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കോളൂ. എങ്ങനെയാണ് ഈ റീഅറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ വി ഹാവ് അവർ അറൈൽ എസ്റ്റർ, റൈറ്റ്? വി ഹാവ് അവർ അറൈൽ എസ്റ്റർ. ഇങ്ങനെയല്ലേ ഉള്ളത്? യെസ്, OCOCH3 എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. ഓക്കെ, വിത്ത് ലോൺ പെയർ. ഇനി ഇവരാരുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്? യെസ്, AlCl3. AlCl3 എന്താണ്? ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഓക്സിജൻ്റെ ലോൺ പെയർ പോയിട്ട് AlCl3യെ അറ്റാക്ക് ചെയ്യും. ആൻഡ് വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. നോക്കിക്കോളൂ, വിൽ ഗെറ്റ് വാട്ട്? ഇവിടെ COCH3 ഇവിടെ ഉണ്ടാവും, COCH3, ആൻഡ് വാട്ട്? യു വിൽ ഹാവ് AlCl3 over here, AlCl3.
നോക്കൂ, ഇപ്പോൾ ഓക്സിജൻ എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അലൂമിനിയത്തിന് ഇലക്ട്രോൺ കിട്ടുന്നതുകൊണ്ട് ഇതിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് നടക്കും? ഓക്സിജന് പോസിറ്റീവ് ചാർജ് ഇഷ്ടമാണോ? അല്ല, മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? നമുക്ക് ഇങ്ങനെ കിട്ടും. വി ഹാവ്, നോക്കിക്കോളൂ, ബെൻസീൻ ഇവിടെ ഉണ്ടാവും വിത്ത് O ആൻഡ് AlCl3. AlCl3യുടെ ചാർജ് എന്തായിരിക്കും? അലൂമിനിയത്തിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഇപ്പോഴും ഉണ്ടാവും. ആൻഡ് വി വിൽ ഹാവ് വാട്ട്? യെസ്, വി വിൽ ഹാവ് COCH3. We will have COCH3. What is this called? Azelium ion. What is it? Azelium ion. This is actually resonance stabilized ആണ് അല്ലേ. നോക്കിക്കോളൂ, ഇവിടെ അസീലിയം അയോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, C ഡബിൾ ബോണ്ട് O CH3 അല്ലേ. ഇവിടെ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്, ഓക്സിജൻ്റെ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? റെസണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു വിൽ ഹാവ് വാട്ട്? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പീഷീസിനെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എവിടെയാണ് കണ്ടിട്ടുള്ളത്? യെസ്, ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷനിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സ്പീഷീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ എന്ത് നടന്നാൽ മതി? ഫിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ നടന്നാൽ മതി. നോക്കൂ, നമ്മുടെ സ്പീഷീസ് ഏതാണ്? നമ്മുടെ സ്പീഷീസ് അറ്റാക്ക് ചെയ്യുക ഇവിടെയുള്ള ഈ സ്പീഷീസ്. ഇതെന്താണ്? ഞാനിവിടെ എടുത്ത് എഴുതാം. നോക്കൂ, ഇവിടെ എന്തായിരിക്കും? വി ഹാവ് ബെൻസീൻ O and what? AlCl3 with a negative charge. Okay, and we have what? Azelium ion. What is azelium ion? C double bond O CH3. Okay, with a positive charge. അങ്ങനെയാണെങ്കിൽ ഈ ഓക്സിജൻ്റെ മുകളിൽ ഇപ്പോൾ എന്തുണ്ട്? ലോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ. ഈ ലോൺ പെയേഴ്സ് മീസോമറിക് എഫക്റ്റ് കാണിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പൈ ബോണ്ടിൽ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ, ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യണം. പോസിറ്റീവ് ചാർജുള്ള കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇതേപോലെയാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഈ പൈ ബോണ്ട് ഇവിടെ ഉണ്ട്. ഇതിനൊന്നും ഞാൻ മാറ്റം വരുത്തുന്നില്ല. ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് O വരും വിത്ത് എ പോസിറ്റീവ് ചാർജ്, AlCl3 വിത്ത് എ നെഗറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും? ഒരു ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ടാവും അല്ലേ. ബെൻസീനിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ആൻഡ് വി വിൽ ഹാവ് വാട്ട്? C ഡബിൾ ബോണ്ട് O CH3 എന്നുള്ള രീതിയിൽ ഉണ്ടാകും. നൗ ഇവർ എന്താണ്? അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇവർ അരോമാറ്റിക് കോമ്പൗണ്ട് ആയിരുന്നു. ഇവിടെ നിന്ന് അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ലൈക്ക് ദിസ്. ഓക്കെ, OAlCl3 എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് യു വിൽ ഹാവ് വാട്ട്? C ഡബിൾ ബോണ്ട് O CH3. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക? യെസ്, നമ്മുടെ H+ ഇവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ H+നെ നമ്മുടെ ഓക്സിജൻ്റെ ഈ ബോണ്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ്, നോക്കിക്കോളൂ, ഇതേപോലെ. അപ്പോൾ എന്ത് ചെയ്യും? AlCl3 അങ്ങ് പൊക്കോളും. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? OH ആൻഡ് COCH3 വിച്ച് ഇസ് അവർ ഡിസൈഡ് പ്രൊഡക്റ്റ്. എന്തായിരുന്നു ഈ പ്രൊഡക്റ്റിൻ്റെ പേര്? യെസ്, ഓർത്തോ ഹൈഡ്രോക്സി അസെറ്റോഫിനോൺ. ഓർത്തോ ഹൈഡ്രോക്സി അസെറ്റോഫിനോൺ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് പാരാ പ്രൊഡക്റ്റും ഫോം ചെയ്തുകൂടെ? നോക്കി, നമ്മുടെ ഈ സ്പീഷീസ് ആണ് അല്ലേ. നമ്മുടെ ഇവിടെയുള്ള ഈ സ്പീഷീസ് വാട്ട് വി ഹാവ് ഇസ്, നോക്കിയേ, OAlCl3 അല്ലേ. ദിസ് വിൽ ഹാവ് എ നെഗറ്റീവ് ചാർജ്. ഇവിടെ നോക്കിയേ, ഈ ലോൺ പെയർ എന്ത് ചെയ്യുന്നു? മീസോമറിക് എഫക്റ്റ്. ഇവിടെ നിന്ന് ഇയാൾ ഇങ്ങോട്ട് വരുന്നു. ആൻഡ് വോട്ട്? പാരാ പൊസിഷനിലായിരിക്കും ഇയാൾ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ CH3C ഡബിൾ ബോണ്ട് O വിത്ത് എ പോസിറ്റീവ് ചാർജ് ആണല്ലോ. ഇവരെന്ത് ചെയ്യാൻ പറ്റും? പാരാ പൊസിഷനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട്? ദ സിമിലർ കൈൻഡ് ഓഫ് റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ പൈ ബോണ്ട് ഇങ്ങനെയായിരിക്കും. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? OAlCl3 വിത്ത് എ നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് വാട്ട്? ഓഫ് കോഴ്സ് COCH3 ഇവിടെ ഉണ്ടാവും. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ റിമെയിൻസ് ദി സെയിം. എന്തായിരിക്കും? ഇവിടെ നിന്ന് ഈ പൈ ബോണ്ട് ഈ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുന്നു. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? യോ പ്രോഡക്റ്റ് ആസ്. ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുകയാണ്. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് OH ആൻഡ് COCH3. എക്സാക്ട്ലി ഓർത്തോ എങ്ങനെ ഫോം ചെയ്തോ അതേപോലെ നമുക്ക് കിട്ടും. വിച്ച് ഇസ് അവർ പാരാഹൈഡ്രോക്സി അസെറ്റോഫിനോൺ. പാരാഹൈഡ്രോക്സി അസെറ്റോഫിനോൺ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റിൽ പഠിക്കാനുള്ളത്. സോ ബേസിക്കലി എന്താണ് സംഭവിച്ചത്? അറൈൽ എസ്റ്റർ, ഒരു അറൈൽ എസ്റ്ററിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ് ടുവേർഡ്സ് എന്താണ്? ഹൈഡ്രോക്സി അറൈൽ കീറ്റോൺ. നോക്കൂ, ഇവിടെ എന്താണ്? ഹൈഡ്രോക്സി അറൈൽ കീറ്റോൺ. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആയിരിക്കും പ്രൊഡക്റ്റ്. ഇനി കൈനറ്റിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? പാരാ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.